ആർത്തവ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രാരംഭം. സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവപ്രക്രിയയാണ് ആർത്തവം. എന്നാൽ സാമൂഹ്യമായ തടസ്സങ്ങളും അജ്ഞതയും കാരണം പലപ്പോഴും ഇതിന്റെ അസാധാരണതകൾ നമ്മൾ അവഗണിക്കാറുണ്ട്. ആർത്തവ സമയത്തെ ഓരോ ലക്ഷണവും നമ്മുടെ ശരീരം നൽകുന്ന ഒരു സന്ദേശമാണ്. ഇന്ന് എന്താണ് സാധാരണ, എന്താണ് അസാധാരണ, എപ്പോൾ ഡോക്ടറെ കാണും, ചികിത്സാ ഓപ്ഷനുകൾ എന്നിവയെക്കുറിച്ച് സഹായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2. സാധാരണ ആർത്തവ ചക്രം 3 മിനിറ്റ്. എന്താണ് സ്വാഭാവികം? ചക്രദൈർഘ്യം 21 കുറയ്ക്കുക 35 ദിവസം, ആദ്യ ദിവസം മുതൽ അടുത്ത ആർത്തവത്തിന്റെ ആദ്യ ദിവസം വരെ. രക്തസ്രാവത്തിന്റെ കാലാവധി 2 കുറയ്ക്കുക 7 ദിവസം. ശരാശരി രക്തപ്പോക്ക് 30 കുറയ്ക്കുക 40 മില്ലി, ഒരു ദിവസം 3 കുറയ്ക്കുക 4 പാടുകൾ മാറ്റൽ, ഓവർഫ്ലോ ഇല്ലാതെ. പ്രധാന കാര്യം: ഓരോ സ്ത്രീക്കും ചക്രത്തിൽ വ്യത്യാസമുണ്ട്. ചിലർക്ക് 28 ദിവസം, മറ്റുള്ളവർക്ക് 35 ദിവസം. സ്ഥിരത ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ചക്രം പലതവണ അസ്ഥിരമാകുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക. 3. അസാധാരണ ലക്ഷണങ്ങൾ 4 മിനിറ്റ്. എന്താണ് ആശങ്കാസൂചകങ്ങൾ? 1. ദീർഘസമയ ബ്ലീഡിംഗ് 7 ദിവസം. ഉദാഹരണം: 10 ദിവസം തുടർച്ചയായി ബ്ലീഡിംഗ്, മെനോറേജിയ. പ്രഭാവം: രക്തം കുറഞ്ഞ് അനീമിയ, ക്ഷീണം, തലവേദന. 2. അമിത രക്തപ്പോക്ക്. 2 മണിക്കൂറിൽ ഒരിക്കൽ പാട് മാറ്റേണ്ടി വരുന്നു. രാത്രിയിൽ പാട് മാറ്റാൻ ഉണരേണ്ടി വരൽ. രക്തക്കട്ടകൾ പിങ്കൾക്കായ അളവിൽ വരുന്നു. 3. ചുരുങ്ങിയ ചക്രം 21 ദിവസത്തിനുള്ളിൽ. പ്രസവാനന്തര സ്ത്രീകൾക്ക് ഇത് സാധാരണമാകാം, പക്ഷേ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4. ആർത്തവ വിരാമകാലത്തെ പ്രശ്നങ്ങൾ. പെരിമെനോപോസ്. ചക്രം ക്രമരഹിതമാകൽ, പെട്ടെന്നുള്ള ചൂടുപിടുത്തം, ഭാവോദ്വേഗ മാറ്റങ്ങൾ. 4. സാധ്യമായ കാരണങ്ങൾ 5 മിനിറ്റ്. ഹോർമോൺ അസന്തുലിതാവസ്ഥ. പിക്കോസ് ഓവറിയിൽ സിസ്റ്റ് ചക്രം ക്രമരഹിതമാക്കുന്നു. തൈറോയിഡ് പ്രശ്നങ്ങൾ. ഹൈപ്പോതൈറോയിഡിസം, രക്തപ്പോക്ക് കൂടുതൽ. ഹൈപ്പർ തൈറോയിഡിസം, രക്തപ്പോക്ക് കുറവ്. പെരിമെനോപോസ്, എസ്ട്രോജൻ കുറയുന്നത്. യൂഡെറസ് ലൈനിംഗ് അസ്ഥിരമാകൽ. യൂഡെറസ് ഓവറി പ്രശ്നങ്ങൾ. ഫൈബ്രോയിഡ്, യൂഡെറസിലെ നോൺ ക്യാൻസർസ് ഗ്രോത്ത്, രക്തപ്പോക്ക് കൂടുതൽ. എൻഡോമെട്രിയോസിസ്, യൂഡെറസ് ടിഷ്യൂ ബാഹ്യമായി വളരൽ, വേദന, ബ്ലീഡിംഗ്. പോളിപ്പ്, യൂഡെറസ് സെർവിക്സിലെ മാംസ്യം, ബ്ലീഡിംഗ്. മറ്റു കാരണങ്ങൾ. ജനന നിയന്ത്രണ മാർഗങ്ങൾ. കോപ്പർ അയുഡി ആദ്യ 3 കുറയ്ക്കുക 6 മാസം, ബ്ലീഡിംഗ് കൂടുതൽ. രക്തം ഉറയ്ക്കാത്ത രോഗങ്ങൾ. ഹീമോഫിലിയ, വൺ വില്ലെബ്രാൻഡ് ഡിസീസ്. 5. എപ്പോൾ ഡോക്ടറെ സമീപിക്കണം? 3 മിനിറ്റ്. 3 കുറയ്ക്കുക 6 കുറയ്ക്കുക 9 നിയമം. 3 ദിവസം. രക്തപ്പോക്ക് സാധാരണയിലും 3 മടങ്ങ് കൂടുതൽ. 6 മണിക്കൂർ. ഒരു സാനിറ്ററി പാഡ് 6 മണിക്കൂറിൽ കൂടുതൽ താങ്ങാതെ വരുന്നു. 9 ദിവസം. ബ്ലീഡിംഗ് 9 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്നു. അടിയന്തിര സന്ദർഭങ്ങൾ. തീവ്രമായ വയറ്റുവേദന, തലകറങ്ങൽ. ആർത്തവത്തിനിടയിൽ ഇന്റർമെൻസ്ട്രുവൽ ബ്ലീഡിംഗ്. ക്ഷീണം, ശ്വാസം മുട്ടൽ, അനീമിയ. 6. ഡയഗ്നോസിസ്, ചികിത്സ, പരിശോധനകൾ. 1. രക്തപരിശോധന. ആർത്തവ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രാരംഭം. സ്ത്രീ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവപ്രക്രിയയാണ് ആർത്തവം. എന്നാൽ സാമൂഹ്യമായ തടസ്സങ്ങളും അജ്ഞതയും കാരണം പലപ്പോഴും ഇതിന്റെ അസാധാരണതകൾ നമ്മൾ അവഗണിക്കാറുണ്ട്. ആർത്തവ സമയത്തെ ഓരോ ലക്ഷണവും നമ്മുടെ ശരീരം നൽകുന്ന ഒരു സന്ദേശമാണ്. ഇന്ന് എന്താണ് സാധാരണ, എന്താണ് അസാധാരണ, എപ്പോൾ ഡോക്ടറെ കാണും, ചികിത്സാ ഓപ്ഷനുകൾ എന്നിവയെക്കുറിച്ച് സഹായകമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2. സാധാരണ ആർത്തവ ചക്രം 3 മിനിറ്റ്. എന്താണ് സ്വാഭാവികം? ചക്രദൈർഘ്യം 21 കുറയ്ക്കുക 35 ദിവസം, ആദ്യ ദിവസം മുതൽ അടുത്ത ആർത്തവത്തിന്റെ ആദ്യ ദിവസം വരെ. രക്തസ്രാവത്തിന്റെ കാലാവധി 2 കുറയ്ക്കുക 7 ദിവസം. ശരാശരി രക്തപ്പോക്ക് 30 കുറയ്ക്കുക 40 മില്ലി, ഒരു ദിവസം.